മാറാക്കര പഞ്ചായത്ത് വാർഡ് 22-ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മുടെ ജനങ്ങളുടെ ജനപ്രിയനായ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്, KP നാരായണൻ. അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായിട്ടാണ് ഇത്തവണ മത്സരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രചരണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ വളരെ സൈലൻ്റ് ആയിട്ട് കാമായിട്ടാണ് നിൽക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര വിജയപ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആ ചിരിയുടെ പിന്നിൽ അതാണോ സത്യം? ശരി, ഇവിടെ നല്ല വിജയപ്രതീക്ഷയാണ്. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആളല്ലേ. അപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലൊക്കെ നന്നായി ഇടപെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്താറ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയാണ് ജനങ്ങൾ നമ്മളെ തിരിച്ച് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. എന്നാലും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മാറാക്കര പഞ്ചായത്തിൻ്റെ പല വാർഡുകളിലും ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ വാർഡ് 22-ൻ്റെ നിലവിലൊരു തെരഞ്ഞെടുപ്പ് അവസ്ഥ എന്താണ്? വാർഡ് 22-ലും മത്സരം നടക്കുന്നുണ്ട് നന്നായിട്ട്. പ്രവർത്തനങ്ങളൊക്കെ തന്നെ UDF പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും അതിനൊക്കെ കവച്ചു വെക്കുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വളരെ വാശിയേറിയ പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. UDF വലിയ അനൈക്യം നിലനിന്നുകൊണ്ടിരിക്കുക. ആ അനൈക്യത്തിൻ്റെ ഭാഗമായി വരുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സഹകരിക്കാൻ തയ്യാറുള്ള ആളുകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വിവിധ സംഘടനകൾ, അതേപോലെ തന്നെ വ്യക്തികൾ, അതേപോലെ തന്നെ വിവിധ പാർട്ടികളിൽ നിന്നും വരുന്നവരൊക്കെ നമ്മൾ വിശാലമായൊരു പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ വലിയ പ്രതിഷേധം UDF ഭരണസമിതിക്കെതിരായി മാറാക്കരക്കകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പരമാവധി ആ പ്രതിഷേധത്തിൻ്റെ പ്ലാറ്റ്ഫോം വലിയ രൂപത്തിലേക്ക് വർദ്ധിപ്പിക്കുക, അവരെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാറാക്കരയിലൊരു ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ള രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മാറാക്കരക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തായാലും മാറാക്കരയിൽ UDF ഈ അഴിമതി നിറഞ്ഞ ഭരണത്തെ തുടച്ചു നീക്കാൻ ആവശ്യമായ രൂപത്തിലേക്കുള്ള വലിയൊരു മൂവ്മെൻറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭരണമാറ്റം വേണമെന്നുള്ളത് ജനങ്ങളുടെ വലിയ ആഗ്രഹമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നവരെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ വിശാലമായ മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. മാറാക്കര പഞ്ചായത്ത് 22-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി കാസിം കൊല്ലത്താണ് ഇപ്പോൾ നമ്മോടൊപ്പോൾ. ഇദ്ദേഹത്തെ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വാർഡിലെ മറ്റ് എതിർ സ്ഥാനാർത്ഥികളുടെ ഇതൊക്കെ എടുത്ത് വന്നപ്പോഴും ഇദ്ദേഹം കുറച്ച് തിരക്കിലായിരുന്നു അല്ലേ, പ്രചരണത്തിലായിരുന്നോ? ഇപ്പോഴാണ് ആളെ കിട്ടിയത്. എന്തായാലും ഇപ്പോൾ താങ്കളോട് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏറെ വർഷക്കാലം ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണല്ലോ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് അതിലൊരു പേടി തോന്നുന്നുണ്ട്? പേടിയെന്നല്ല, എന്നാലൊരു ഭീഷണിയായിട്ട് അതിനെ തോന്നുന്നുണ്ടോ? ഒരു ഭീഷണിയും തോന്നുന്നില്ല. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ 30-35 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ 19-ാം വാർഡിൽ നിലവിലുള്ള മെമ്പർ നാസർ ചെയ്തു വെച്ച ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിലുണ്ട്. ആ 19-ാം വാർഡിൻ്റെ ഒരു പകുതിയോളം ഭാഗം ഈ വാർഡിലാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അവിടെ തന്നെ നമ്മളൊരു 2 കോടി ഉറുപ്പ്യൻ്റെ വികസനം അവിടെ 19-ാം വാർഡിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഈ പ്രദേശത്തേക്ക് ഈ 22-ാം വാർഡിലേക്ക് ഉൾപ്പെട്ട കൊല്ലേത്തുകാട് MK നഗർ കാവിലപ്പീടിക ഭാഗത്ത് 10-60 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 15 ലക്ഷം രൂപയ്ക്ക് ഒരു അംഗനവാടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പണി ഏകദേശം തുടക്കത്തിലാണ്. MLA ഫണ്ടിൽ നിന്ന് റോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈമാസ് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. തോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കണ്ട് തോട് നവീകരിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴുത്ത് മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഞാനൊരു മെമ്പറല്ലാത്ത വർഷം തന്നെ 5 വർഷത്തോളം നാസർ ബാബാൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്രദേശത്തെ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ആ വിശ്വാസം ജനങ്ങളും കാത്തു സൂക്ഷിക്കുന്നതാണ്? അതെ, അങ്ങനെ തന്നെയാണ് 90% നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ വാർഡ് പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് ഇവിടെ കൂടുതൽ കൊണ്ടുവരാൻ പോകുന്നത്? ഞാനിവിടെ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പ്രദേശത്ത് ആകെ ഇരുട്ട് മൂടിക്കിടക്കുകയാണ്. സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല. ആറ്റുപുറം മുതൽ ഈ ചെറുപറമ്പ് മേഖല വരെ, അതുപോലെ തന്നെ മില്ലേനിയം ഭാഗം, MK നഗർ ഭാഗം ഒക്കെ MLA ഫണ്ടോ ബ്ലോക്ക് ഫണ്ട് ജില്ലാ ഫണ്ട് ഉപയോഗിച്ചിട്ട് നേടിയെടുത്തുകൊണ്ട് അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കും. ആളുകൾക്ക് വേണ്ടത്ര തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. ഇത്രയൊക്കെ തന്നെയാണ്.